ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ചെറിയ ക്യാരറ്റ്, പിന്നെ ചെറിയൊരു കഷ്ണം വെള്ളരിക്ക, പിന്നെ അതുപോലെ തന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം. ഇനി ഞാനൊരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ തൂർദാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങുന്ന രീതിയിൽ വെള്ളം വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഗ്യാസ് മൊത്തം പോകുന്ന അത്രയും വെയിറ്റ് ചെയ്യാം. ഗ്യാസ് മൊത്തം റിലീസായി കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്യാസെല്ലാം റിലീസായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ ഒക്കെ വെന്തിട്ടുണ്ട്. ഇപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ പരിപ്പും ആവശ്യത്തിന് വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മൺചട്ടിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞത് ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. വെളുത്തുള്ളി കരിഞ്ഞു പോകും, അതുപോലെ തന്നെ കടുവും കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിത് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായ്മുളക് ചേർക്കാം. കായ്മുളകും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് മൂന്നും കൂടി ഈ വെളിച്ചെണ്ണയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്തിട്ട് വന്നിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഈ മസാലയെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ ഒരു 2 നുള്ള് കായപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും വഴുതനങ്ങയും മുറിച്ചിട്ട് ചേർക്കാം. വഴുതനങ്ങയും വെണ്ടയ്ക്കയും വേഗം തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആ പച്ചക്കറിയെല്ലാം വേവിക്കുന്ന സമയത്ത് ഇത് ചേർക്കാണ്ടുന്നത്. ഇനി നമുക്കിത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മസാലയെല്ലാം ഇതിൽ പിടിക്കും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്കിത് ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് കുറച്ച് സമയത്തേക്കൊന്ന് വേവിച്ചെടുക്കാം. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറിയും പരിപ്പും എല്ലാം ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ചൂടുവെള്ളമാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെണ്ടയ്ക്കയും വഴുതനങ്ങയും അടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കണം. നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില നിങ്ങൾ ഈ സമയത്ത് ചേർക്കുന്നതും അതോ ലാസ്റ്റ് ചേർക്കുന്നതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അധികം ഹൈ ഫ്ലെയിമിലായിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് വേഗം തന്നെ ഒരു വെണ്ടയ്ക്കയും വഴുതനങ്ങയും എല്ലാം അടിഞ്ഞു പോകും. അപ്പോൾ അത് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ബാക്കി പച്ചക്കറിയും എല്ലാം കൂടി നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ സാമ്പാർ മസാലപ്പൊടി ചേർക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സാമ്പാർ മസാലപ്പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിൽ തേങ്ങ വറുത്തരക്കണ്ട അങ്ങനത്തെ യാതൊരു കാര്യം ചെയ്യാനില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ എനാബിൾ ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.